السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. شهر الحرام مبارك ميمون والصوم فيه مضاعف مسنون وثواب صائمه لوجه إلهه في الخلد عند مليكه مخزون. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും നൽകി അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ആയുഷ്കാലത്തിലെ വിലപ്പെട്ട സമയങ്ങളും സന്ദർഭങ്ങളും അല്ലാഹുവിന് പൊരുത്തമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ പരലോകത്തേക്കൊരു സമ്പാദ്യമാക്കി തീർക്കാൻ പരിശ്രമിക്കുന്ന നല്ലവരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് സംഭവിച്ചു പോയിട്ടുള്ള ചെറുതും വലുതുമായ ദോഷങ്ങൾ മുഴുവനും അല്ലാഹുവിന്റെ മഹത്തായ ഫദ്ൽ മുഖേന അവൻ നമുക്ക് പുറത്ത് മാപ്പ് നൽകി നമ്മെ ശുദ്ധീകരിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിച്ച ആളുകളാണ് ഞാനും നിങ്ങളുമെല്ലാം. ക്രിസ്താബ്ദം എന്ന് പറയുന്ന ആ വർഷവുമായി ബന്ധപ്പെട്ട് നോക്കിയാൽ 2009 പ്രവേശിച്ചു. അതേ അവസരത്തിൽ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ പഠിക്കുകയും ഓർത്തുവെക്കുകയും ഒക്കെ ചെയ്യേണ്ടുന്ന കലണ്ടർ ഹിജറ കലണ്ടറാണ്. ആ ഹിജറാബ്ദം ഇന്ന് എത്രയായി എന്ന് ചോദിച്ചാൽ അറിയാത്ത മുസ്ലിമീങ്ങളാണ് മഹാഭൂരിപക്ഷവും. നമുക്കാകെ 2000 ചില്ലാനം എന്ന ഈ കണക്കേ അറിയാം. അതേ അവസരത്തിൽ ഒരു മുസ്ലിമിന് അവൻ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന പല കാര്യങ്ങളും അടങ്ങിയിട്ടുള്ളതും പല ഇബാദത്തുകൾക്കും അവൻ ആധാരമാക്കേണ്ടതുമായ കലണ്ടറാണ് ഹിജറാബ്ദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാം എണ്ണി വരുന്ന 12 മാസങ്ങൾ. അതിൽ ആദ്യ മാസത്തിലേക്ക് മുഹറമിലേക്കാണ് നാം പ്രവേശിച്ചു കഴിഞ്ഞിട്ടുള്ളത്.
1430 വർഷമായി ഇത്. പക്ഷേ ഇപ്പോൾ ഇത് കേൾക്കുന്നതിന്റെ മുമ്പ് എത്ര ആളുകളുടെ മനസ്സിൽ ഇതുണ്ടായിരുന്നു എന്ന് സ്വയം ഒന്ന് ചോദിക്കുന്നത് നല്ലതാണ്. നമ്മുടെ വളർന്നു വരുന്ന മക്കളിലും നമ്മുടെയും ഒക്കെ മനസ്സുകളിൽ ഹിജറ വർഷം എത്രയാണ് എന്ന് അറിവുള്ള ഒരവസ്ഥ ഉണ്ടായേ പറ്റൂ. 1430 വർഷമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്തിട്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് ഇങ്ങനെ ഒരു ഔദ്യോഗികമായ സ്വഭാവത്തിൽ ഒരു കലണ്ടർ നിലവിൽ വന്നിട്ടില്ലായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെയും ശേഷം ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭരണകാലത്താണ് ഒരു മുസ്ലിമീങ്ങൾക്ക് യഥാർത്ഥമായ നിലക്ക് കാര്യങ്ങൾ ഗണിക്കാനും മനസ്സിലാക്കാനും ഒരു സ്വതന്ത്രമായ കലണ്ടർ വേണം എന്ന ചർച്ച വന്നത്. എന്തിനെ ആധാരമാക്കിക്കൊണ്ട് കലണ്ടർ രൂപീകരിക്കണം എന്ന ചർച്ച പല വഴിക്കും നീണ്ടു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജനനത്തെ ആധാരമാക്കിക്കൊണ്ട് നമുക്ക് കലണ്ടർ തുടങ്ങാം എന്ന് അഭിപ്രായപ്പെട്ടവരുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നുബുവത്ത് 40ാമത്തെ വയസ്സിലാണല്ലോ കിട്ടിയത്. ആ നുബുവത്തിനെ ആധാരമാക്കിക്കൊണ്ട് നമുക്ക് കലണ്ടർ രൂപീകരിക്കാം എന്ന് അഭിപ്രായപ്പെട്ടവരുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹിജറയെ ബന്ധപ്പെടുത്തിക്കൊണ്ട് കലണ്ടർ രൂപീകരിക്കാം എന്ന് പറഞ്ഞവരുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറഞ്ഞ വഫാത്ത് നാളിനെ ആധാരമാക്കിക്കൊണ്ട് കലണ്ടർ രൂപീകരിക്കാം എന്ന് അഭിപ്രായപ്പെട്ടവരും ഉണ്ട്. ഈ വ്യത്യസ്ത അഭിപ്രായങ്ങളിൽ ഉരുത്തിരിഞ്ഞ് എല്ലാവരും ഐക്യകണ്ഠേന തീരുമാനത്തിലെത്തിയത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും സഹാബത്തും മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയ വർഷത്തെ ആധാരമാക്കിക്കൊണ്ട് നമുക്ക് കലണ്ടർ എണ്ണി തുടങ്ങാം, രൂപീകരിക്കാം എന്ന ചർച്ചയാണ്. ആ തീരുമാനമാണ് ഉണ്ടായത്. അങ്ങനെ ഇന്ന് നമ്മൾ എണ്ണി വരുന്ന നിലയ്ക്ക് ഹിജറ വർഷം ഇത്ര എന്നിങ്ങനെ എണ്ണി വരുന്ന ഒരു രീതി കൃത്യമായി തന്നെ സ്വീകരിച്ചത്, അങ്ങനെ ഒരു കലണ്ടർ നിലവിൽ വന്നത് മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലം മുതൽക്കാണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളിപ്പോ ഒരു കലണ്ടർ മാറ്റുകയാണ്. നമ്മുടെയൊക്കെ വീടുകളുടെയും ഷോപ്പുകളുടെയും ഒക്കെ ചുമരുകളിൽ ഇതുവരെ തൂങ്ങി ആടിക്കളിച്ചിരുന്ന കലണ്ടർ മാറ്റി തൽസ്ഥാനത്ത് പുതിയ ഒന്ന് നാം അവരോധിക്കുകയാണ്. കലണ്ടർ മാറ്റം ഒരു നിസ്സാര സംഗതിയല്ല, ഒരു പ്രധാന സംഗതിയാണ്. പല ആളുകളും ചിന്തിക്കാറുണ്ട്, കലണ്ടർ ഏതായാലെന്ത്, ഏത് കലണ്ടർ നോക്കിയാൽ എന്താണ്, അതിലെന്തിരിക്കുന്നു എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. വാസ്തവത്തിൽ കലണ്ടർ മാറ്റുമ്പോ, കലണ്ടർ ചുമരിൽ തൂക്കുമ്പോ മുസ്ലിം ചില കാര്യങ്ങളൊക്കെ ആലോചിച്ചും പരിശോധിച്ചും മാത്രമേ തൂക്കാവൂ. കാരണം മുസ്ലിം ആ കലണ്ടർ കാണുന്നത് ഒരു കേവലം ഒരു കടലാസ് എന്തെങ്കിലും എഴുതിയ ഒന്നായിട്ടല്ല, അവൻ പരിശോധിക്കണം അതിനകത്ത് എന്താണ് എന്ന്. ഒരു കലണ്ടർ മാറ്റുമ്പോ ആ കലണ്ടറിന്റെ ഉള്ളടക്കം പരിശോധിച്ച് ഇസ്ലാമികമാണോ എന്ന് ഉറപ്പുവരുത്തിയിട്ട് വേണം ഒരു മുസ്ലിമിന്റെ വീട്ടിൽ ഒരു കലണ്ടർ തൂക്കാൻ. പല വീടുകളിലും പോയി നോക്കിയാൽ കാണാം, ചുമരിന്റെ 4 ഭാഗത്തും കലണ്ടറുകൾ ഉണ്ടാകും. എന്തിനാ നിങ്ങൾക്ക് ഈ കലണ്ടറുകളൊക്കെ കൂടി ഡേറ്റ് നോക്കാൻ ഒന്നുപോരെ എന്ന് ചോദിച്ചാൽ നമ്മളും പറയും, ഈ ആളും പറയും, ഇപ്പൊ ഓരോരുത്തർ ഇങ്ങനെ വെറുതെ കൊണ്ടുവന്ന് തന്നപ്പോ പിന്നെ ഞാനങ്ങ് തൂക്കിയതാണ്, ചെലവൊന്നുമില്ല, ഫ്രീ കിട്ടിയതാണ്. ആ കൂട്ടത്തിൽ കാണാം സഹകരണ ബാങ്ക് ക്ലുപ്തം, വേറെ ഏതെങ്കിലും കനറ ബാങ്ക്, അതല്ലെങ്കിൽ പല രൂപത്തിലുള്ള ആളുകളുടെ പരസ്യങ്ങൾ അടങ്ങുന്ന കലണ്ടറുകൾ ഉണ്ടാകും. ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, ഇതൊരു വിഷയമാക്കാനുണ്ടോ? തീർച്ചയായും ഉണ്ട്. കലണ്ടർ മാറ്റം മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയം തന്നെയാണ്. നിങ്ങൾ നോക്കൂ, ഇന്ന് ഇറങ്ങുന്ന പല കലണ്ടറുകളിലും ബാങ്കുകാരന്റെ പരസ്യമാണ് അവരിറക്കുന്ന കലണ്ടറുകളിൽ അവരുദ്ദേശിക്കുന്നത്. ഏത് ബാങ്കുകാരാണെങ്കിലും ആ ബാങ്കുകാർ അവർ നൽകുന്ന പലിശയുടെ തോത് അതിൽ കുറിച്ചിട്ടിരിക്കും. അവിടെ നൽകുന്ന ലോണുകളുടെ വിവരങ്ങൾ ഉണ്ടാകും.
അത് സംബന്ധമായ മറ്റു കാര്യങ്ങളൊക്കെ പ്രചരിപ്പിക്കാനുള്ള അവരുടെ ആശയ പ്രചരണത്തിനുള്ള ഒരു ഉപാധിയായിട്ട് കൂടിയാണ് കലണ്ടർ കാണുന്നത്. അതുകൊണ്ട് പറയട്ടെ, ഒരു മുസ്ലിമിന്റെയും വീട്ടിലോ ഷോപ്പിലോ പലിശയുടെ ആധാരത്തിൽ കെട്ടിപ്പടുക്കപ്പെട്ടിട്ടുള്ള പലിശയുടെ വിനിമയ കേന്ദ്രമായ പലിശ ആധാരമാക്കിക്കൊണ്ട് ബിസിനസ് നടന്നുകൊണ്ടിരിക്കുന്ന ബാങ്കുകാരന്റെ കലണ്ടർ തൂക്കിക്കൂടാ, ഹറാമാണ്. അത് ഖുർആനിലുണ്ടോ? അത് ഹദീസിലുണ്ടോ? കനറ ബാങ്കിന്റെ കലണ്ടർ തൂക്കാൻ പാടില്ല എന്ന് ഏതായത്തെ മൗലവി നിങ്ങൾ കണ്ടത്? സഹകരണ ബാങ്കിന്റെ കലണ്ടർ തൂക്കിക്കൂടാന്ന് ഇപ്പൊ എവിടുന്നാ ഹദീസ് കിട്ടിയത്? പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, വതആവനൂ വലൽ ബിർരി വത്തഖ്വാ വലാ തആവനൂ വലൽ ഇസ്മി വൽ ഉദ്വാൻ വത്തഖുല്ലാഹ്. അല്ലാഹു തആല പറയുന്നു, വതആവനൂ, നിങ്ങൾ പരസ്പരം സഹകരിക്കണേ മുസ്ലിമീങ്ങളെ, അലൽ ബിർരി വത്തഖ്വാ, പുണ്യത്തിന്റെയും ഭക്തിയുടെയും കാര്യങ്ങളിൽ മാത്രം നിങ്ങൾ സഹകരിച്ചോളണം. വലാ തആവനൂ, നിങ്ങൾ സഹകരിച്ചു പോകരുത്, നിങ്ങൾ പരസ്പരം സഹകരിച്ചു പോകരുത്, അലൽ ഇസ്മി വൽ ഉദ്വാൻ, പാപത്തിന്റെയും ശത്രുത വളർത്തുന്നതുമായ കുറ്റകരമായ കാര്യങ്ങൾക്ക് പ്രോത്സാഹനമാകുന്ന നിലക്ക് നിങ്ങളിൽ നിന്ന് സഹകരണം കിട്ടിക്കൂടാ. അപ്പൊ പലിശ എന്ന് പറയുന്നത് ഇസ്ലാം കഠിനമായി വിരോധിച്ചൊരു സംഗതിയാണ്. ആ പലിശക്കാരന്റെ പലിശക്ക് വേണ്ട രൂപത്തിലുള്ള പ്രചരണം നൽകുന്ന കലണ്ടർ ഒരു മുസ്ലിമിന്റെ വീട്ടിൽ തൂക്കിയാൽ അവൻ കൂടി അതിന് ഉത്തരവാദിയാണ്. ഞാനൊന്നും അറിഞ്ഞില്ല, ആരോ കൊടുന്ന് തൂക്കി, ഞാനൊന്നും മിണ്ടിയില്ല. മിണ്ടണം, എടുത്തു മാറ്റണം. പലിശ അത് വളരെ ഗൗരവതരമാണ്. അതുമായി ബന്ധപ്പെട്ടത് നമ്മുടെ വീടുകളിൽ അത് കലണ്ടറായി തൂക്കിക്കൂടാ. എന്നാ പിന്നെ വേറെ കുറെ കലണ്ടറുകൾ ഉണ്ടല്ലോ, ആ കലണ്ടറുകളും പരിശോധിക്കണം. ആ കലണ്ടറുകളിൽ കാണാം രാഹുകാലം, ഗുളികകാലം. രാഹുവും ഗുളികനൊക്കെ ഇറങ്ങും പോക്കും വരവും ഒക്കെ ഉള്ള ചില കാലങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്, ഓരോ ഷീറ്റിലുമുണ്ട്. മുസ്ലിമിന് അതും തന്റെ വീട്ടിൽ തൂക്കൽ നിഷിദ്ധമാണ്, ഒഴിവാക്കണം. ഏതെങ്കിലും ഒരു വിഭാഗത്തെ പറയുന്നതല്ല, ഏത് ദിനപത്രക്കാരൻ്റെ അതിലുണ്ടോ ആരുടേതാണെങ്കിലും പരിശോധിക്കുക. മുസ്ലിം എപ്പോഴും ഒരു കാര്യം ചെയ്യുമ്പോ, മഹാനായ ഇമാം ഹസനുൽ ബസരി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, റഹ്മത്തുള്ളാഹി അലൈഹി, മഹാനവറുകൾ പറഞ്ഞു, റഹിമല്ലാഹു അബ്ദാ, ഒരു അടിമയെ അല്ലാഹു അനുഗ്രഹിക്കട്ടെ. മുസ്ലിമായ ഒരു അടിമ, അല്ലാഹുവിന്റെ റഹ്മത്ത് അവന് കിട്ടുന്നത് എപ്പോഴാണ്? അല്ലാഹു അവനെ അനുഗ്രഹിക്കട്ടെ. വഖഫ ഇൻദ ഹമ്മിഹി, ഒരു കാര്യം ചെയ്യാൻ ഒരുങ്ങുമ്പോ അവനൊന്ന് നിൽക്കുന്നു. ഒരു കാര്യം ചെയ്യാൻ ഒരുങ്ങുമ്പോൾ ഒന്ന് നിൽക്കുന്ന മനുഷ്യൻ, എന്തിനാണ് അവൻ നിൽക്കുന്നത്? അവൻ ആലോചിക്കാനാണ്. എന്താണ് അവൻ ആലോചിക്കുന്നത്? ഞാൻ ഈ ചെയ്യാനൊരുങ്ങുന്ന സംഗതി ഫഇൻ കാന ലില്ലാഹ്, അല്ലാഹ്ക്ക് ഇഷ്ടമുള്ള സംഗതിയാണോ? അല്ലാഹ്ക്ക് പൊരുത്തമുള്ള സംഗതിയാണോ? അല്ലാഹ് അനുവദിച്ചിട്ടുള്ള സംഗതിയാണോ? എങ്കിൽ മദാ, ആ കാര്യം അവൻ ചെയ്യുന്നു, അത് മുന്നോട്ട് കൊണ്ടുപോകുന്നു. അതേ അവസരത്തിൽ വഇൻ കാന ലിഗൈരിഹി, അത് അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടിയായി പോകുമെങ്കിൽ, അഥവാ തനിക്ക് ശിക്ഷക്ക് നിമിത്തമാകുന്ന വസ്തുതയാണതെങ്കിൽ, തവഖഫ, അവനതങ്ങ് മാറ്റിവെക്കും, അവനതങ്ങ് നിർത്തിവെക്കുന്നതാണ്. ഇതാണ് അള്ളാന്റെ റഹ്മത്ത് കിട്ടുന്ന അടിമയുടെ ലക്ഷണമെന്ന് താബിഈ പണ്ഡിതന്മാരിൽ പ്രമുഖനായ ഇമാം ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു. അപ്പൊ മനുഷ്യനൊരു കാര്യത്തെ സംബന്ധിച്ചിടത്തോളം അവൻ ചെയ്യാനൊരുങ്ങുമ്പോൾ ചിന്തിക്കേണ്ടതുണ്ട്, അള്ള നിരോധിച്ച പലിശയുടെ സ്ഥാപനത്തിന്റെ പ്രചാരകനായി ഞാൻ മാറിക്കൂടാ. അള്ള നിരോധിച്ചിട്ടുള്ള ഗൈബ് അള്ളാഹ്ക്ക് മാത്രമേ അറിയൂ എന്നാണ് മുസ്ലിം വിശ്വസിക്കേണ്ടത്. ഒരാൾക്കും എന്റെയും നിങ്ങളുടെയും ഖൈർ പറയാനോ എന്റെയും നിങ്ങളുടെയും ശർറ് പ്രവചിക്കാനോ സാധ്യമല്ലെന്ന് ഉറച്ചു വിശ്വസിക്കുന്നവനാണ് മുസ്ലിം. നിങ്ങൾ നോക്കൂ, എത്രത്തോളം അന്ധവിശ്വാസങ്ങളാണ് ഇന്ന് ആളുകൾക്കിടയിൽ മാർക്കറ്റിംഗ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ കഴിഞ്ഞയാഴ്ച നാട്ടിലെത്തി. നമ്മുടെ ഈ UAE-യുടെ സിം കാർഡ് മാറ്റിയിട്ട് നാട്ടിലുള്ള കാർഡിട്ട് 5 മിനിറ്റ് കഴിഞ്ഞിട്ടില്ല, അപ്പോഴേക്ക് വരുന്നു മെസ്സേജുകളുടെ പ്രളയം.